ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശിൽപ. ഞാൻ 1-2 മാസങ്ങൾക്ക് ശേഷമാണ് ഒരു വ്ളോഗുമായിട്ട് വന്നിരിക്കുന്നത്. ഞാൻ ലാസ്റ്റത്തെ വ്ളോഗ് ബാംഗ്ലൂർ പോയതായിരുന്നു. ഇന്നത്തെ വ്ളോഗിനൊരു ഭയങ്കര സ്പെഷ്യാലിറ്റി ഉണ്ട്. കാര്യം വേറൊന്നുമല്ല, ഞങ്ങൾ ഗേൾസ് എല്ലാവരും കൂടെ, അതായത് എൻ്റെ കോളേജിൽ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച ഗേൾസ് എല്ലാവരും കൂടെ ഞങ്ങളൊന്ന് മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഗേൾസ് സത്യം പറഞ്ഞ ഒരു 10 പേര്. എത്ര ഗേൾസ് ഉണ്ടായിരുന്നെന്ന് അറിയോ? എനിക്ക് തോന്നുന്നൊരു 11-12 ഗേൾസ് അങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിൽ 5 പേരാണ്, എന്നെ കൂടെ കൂട്ടി ഞങ്ങൾ 5 പേരാണ് ഇന്ന് മീറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഇന്ന് ഇല്ലടേ, ഒക്കെ പോയി എവിടെയൊക്കെയാണ്. ബാക്കിയുള്ളതിലും മെറിനെ ഞാൻ ബാംഗ്ലൂർ വെച്ച് കണ്ടായിരുന്നു. മെറിന് പോരാൻ പറ്റില്ല. പിന്നെ ആൻമേരി ഇവിടെ ഇല്ല, ആൻമേരി ഡൽഹിയിലാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഒരു നീണ്ട പ്ലാനിങ്ങിലൊക്കെ ശേഷം ഇന്ന് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് പോകുവാണ്. നമ്മുടെ കൊല്ലത്ത് ആസാഡോ എന്ന് പറയുന്നൊരു കഫേ ഉണ്ട്, ഒരു ചെറിയ റെസ്റ്റോറൻറ്റ്, അങ്ങനെ ഒരു കഫേ പോലെ ടൈപ്പ്. അപ്പോൾ അവിടെയാണ് നമ്മൾ മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്തി തരാം, എല്ലാവരും കാണിച്ചു തരാം. ഓക്കെ, അതാണ് ഇന്ന് എൻ്റെ അടുത്തത് വീഡിയോ. നിങ്ങൾ വീഡിയോ സ്കിപ്പാക്കാതെ ഫുള്ള് കണ്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. നോക്കി നിൽക്കുന്ന ഇപ്പുണ്ട്. ദേ ജൂനിയർ ഷാലിമ. ഇതാണ് എൻ്റെ ക്യാമറ. ഗായ്സ്, നമ്മൾ ആസാഡോയിലെത്തി. ഹായ് ഷാലിമ. ആക്ച്വലി ഷാലിമ ഒരു യൂട്യൂബറാണ്. പക്ഷെ ഞാൻ ഇൻവെർട്ടറാണ്. അതെ, ഇൻവെർട്ടറാണ്. കുറെ ഞാൻ ചെല്ലുന്നിടത്തൊക്കെ കുറെ ഇൻവെർട്ടർമാരും. ഇനി നമ്മൾ ബാക്കി ഇനി ആൾക്കാരെ നമ്മൾ തപ്പിയെടുക്കണം. ഗായ്സ്, നമ്മൾ ബാക്കിയുള്ളവരെ കണ്ടു കിട്ടി. ഓ, ജ്യൂസും കുടിച്ച്. എന്നാലും ഒന്നും കൂടി ഇരിക്കട്ടെ. ഗായ്സ്, ഇതാണ് സ്മൃതി. സ്മൃതി ഒരു ഹായ് പറയൂ. എവിടെ പോയാലും സ്മൃതി എന്നുള്ള ഫ്രണ്ട്. ഞാൻ കമന്റ് നിൽക്കുകയായിരുന്നു. നിങ്ങൾക്ക് അവിടെ UK ചെന്നപ്പോൾ ഒരു സ്മൃതി ഉണ്ടായിരുന്നു. ഇത് ഷാലി വഴി പിന്നെ അറിയാം. ഗൈസ്, ഐശ്വര്യ ഇപ്പൊ പഴയതുപോലെ ഐശ്വര്യ ജിമ്മിലൊക്കെ പോയി ഒക്കെ കാണിച്ചു. ചോദിക്കണം ഗായ്സ്, നമ്മൾ ആസാഡെ പോയിട്ട് അവിടുത്തെ ആംബിയൻസും റേറ്റും നമുക്ക് ആംബിയൻസ് ഇഷ്ടപ്പെട്ട റേറ്റ് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നമ്മൾ ഒരു കള്ള് ഷാപ്പിലേക്ക് വന്ന്. പൂന്തൽ എവിടെയാണ് സ്ഥലം? കൊല്ലത്ത് എവിടെയൊക്കെയാണ്. ഹൈസ്കൂൾ ജംഗ്ഷൻ. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് നമ്മൾ ഫുഡ് കഴിക്കണം.
വിശക്കുന്നു, കഴിക്കണം, വീട്ടിൽ പോകണം. അടച്ചാലും തുറന്നാലും അടി. ടെറർ ശാലിമ ടെററാവുന്നു ഗൈസ്. ശാലിമ വ്ളോഗിൽ വന്ന പിഷിയാവും. ഗൈസ് ഫൈനലി നമ്മൾ വീട്ടിൽ പോകണം. എല്ലാവരും അഭിപ്രായങ്ങൾ പറയുക. ഇത് അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഫുഡ് എരിഞ്ഞ് നമ്മൾ കൈ വരെ നേർന്നു പറയാൻ പറ്റൂല ഗൈസ്, അതുകൊണ്ടാണ്. അതെ അതെ നടന്നു. അതാണ് എനിക്ക് ഫുഡിന്റെ കാര്യം പറയണെങ്കിൽ ബെസ്റ്റ് ഫുഡായിരുന്നു. അതെ, നല്ല അടിപൊളി ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ കൊല്ലം കൂന്തൽ കള്ള് ഷാപ്പിലേക്ക് വരിക. ഭയങ്കര തിരക്കാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. കള്ള് കുടിക്കണമെങ്കിൽ ഇവിടെ വരാം. അതെ, അത് നമ്മളെ കഴിച്ചില്ല, നമ്മൾ ഫുഡ് മാത്രമേ കഴിച്ചുള്ളൂ. അതെ, അപ്പം എല്ലാവരും ബൈ ബൈ പറഞ്ഞു പോകുന്നു. ഷാലിമയുടെ പ്രോഡക്റ്റ് ഇവിടെ എന്തൊക്കെയോ കാണിക്കുന്നു. എൻ്റെ ബാഗിൽ എന്തൊക്കെയോ തപ്പുന്നു. ആ ലിപ്സ്റ്റിക്ക് തപ്പിയെടുത്ത്. ഹായ്, വലുതാകുമ്പം ഷാലിമ അതൊരു ബ്യൂട്ടീഷ്യൻ ആവും, നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവട്ടെ. ഒരുപാട് സെലിബ്രിറ്റികളെ ഒരുക്കുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവട്ടെ. ആണോ ഇങ്ങോട്ട് എടുത്ത് വെക്കുമെന്ന്. എടി ഞാനെന്തിനാ നിന്റെ കൊച്ചത്ത് കഴിച്ചു പറക്കി എടുക്കുന്നതിന്? ഇതെന്താണിത്? കൊച്ചെന്ന് വിചാരിച്ചാണോ ഇതിന്റെ അകത്ത് എന്തോന്നൊക്കെ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് വേണതൊക്കെ സൂക്ഷിക്കണ്ടല്ലോ. അവളെ ക്ലിപ്പാണ് മോളെ. ഇത് എടുത്തേ, ഇത് നിനക്ക് ആവശ്യമുണ്ടോ? ഇത് കൊണ്ട് മോൾ അഡ്ജസ്റ്റ് ചെയ്തു. അത് ഞാൻ എപ്പോഴോ തിന്ന ഓർമ്മയ്ക്കാ സ്മരിക്കാൻ എടുത്ത് വെച്ചിരിക്കും. ഹായ് പറ. നമ്മൾ നേരത്തെ ഹായ് ഒക്കെ പറയാൻ പഠിച്ചു. ഹായ് ഹായ്, ഇങ്ങോട്ട് നോക്കി ഹായ് പറയൂ. ഒരു ഹായ് പറഞ്ഞേ. ഇങ്ങോട്ട് നോക്ക്. ആ, അത് കൈയാണ്. നീ എപ്പോഴും എപ്പോഴും പറയേണ്ടത് കേൾക്കുന്നവരെന്നെ വിചാരിക്കും എന്ത് ഹായ് ഹായ്. ഹായ് അയ്യോ, നല്ല ചൂടാണ്. അല്ല ഞാൻ പറയാം, കൊള്ളാം. കുറേ വർഷങ്ങൾക്ക് ശേഷം എല്ലാവരെയും കണ്ടു. കല്യാണത്തിനാന്ന് തോന്നുന്നു നമ്മള് ലാസ്റ്റ് കാണുന്നത്. എന്റെ കല്യാണത്തിന് സ്മൃതിയില്ലായിരുന്നു. വളരെ നല്ല അഭിപ്രായമാണ് എന്റെ അഭിപ്രായത്തിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത് രേഖപ്പെടുത്തുക. ഇത് വളരെ നല്ലൊരു ഇതാണ്. എന്റർടൈൻമെന്റ് ചാനലാണ്. ഇന്ന് പോകാനല്ലായിരുന്നാ? ഇത് കണ്ട് ഞാനൊരു കാര്യം മനസ്സിലാക്കി, കല്യാണം കഴിക്കുന്നത് കൊച്ചു വേണ്ട. പറഞ്ഞാ മതി, ടൈമാണോ? മറ്റേതോടെ പറ. എന്തിനാണ്? വളരെ നല്ലൊരു വളരെ വളരെ ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതിലേക്ക് വേണ്ടി നമ്മുടെ സമയം ഇതിലോട്ട് കുറെ മതി മതി, ഇത്തിരി കൂടുന്നുണ്ട്. തീർന്നു. ഞാൻ ഐശ്വര്യ കുറെ നാൾക്ക് ശേഷം നമ്മൾ ഇത് നമ്മൾ രണ്ടാഴ്ചകൾക്ക് നീണ്ട പ്ലാനിങ്. ഒരു മാസമല്ലേ, ഒരു ഞായറാഴ്ച ഇല്ലേ? എല്ലാ ഞായറാഴ്ച 3 ഞായറാഴ്ച 3 ഞായറാഴ്ചകളാണ് പ്ലാൻ ചെയ്യുന്നതാണ്. ഒരാൾക്ക് അപ്പൂപ്പന്റെ കുഞ്ഞമ്മയുടെ കല്യാണം, മാമിയുടെ കല്യാണം, ആരൊക്കെ കെട്ടിക്കാൻ പോകുന്നുണ്ട്. പിന്നെ പനിയാണ് മെയിൻ. ചൂട് എനിക്ക് പനിയായിരുന്നു. വളരെ ഹോട്ടാണ് ഞങ്ങൾ ഇക്കളാ പറയല്. എന്തായാലും ഇടുന്നുണ്ടല്ലോ. പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക.